ഹായ്, വെൽക്കം ബാക്ക്. സനം വ്ളോഗിൻ്റെ കുഞ്ഞു വിശേഷം നിങ്ങൾക്ക് കാണാം. ഇന്നത്തെ 27 രാവിൻ്റെ 26 കഴിഞ്ഞിട്ടുള്ള 27 രാവിൻ്റെ ഒരു ചെറിയ വിശേഷമായിട്ടാണ് ഞങ്ങളൊക്കെ വന്നിട്ടുള്ളത്. പിന്നെ ഇന്നെന്ന് പറയുന്നത് മാക്രോണിയും അതുപോലെ തന്നെ മുട്ടൻ്റെ കബാബ്. പിന്നെ പ്രത്യേകിച്ചിട്ട് അങ്ങനെ ഞാനൊന്നും ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ കുറേ എണ്ണക്കടിയൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് പറ്റുന്നില്ലല്ലോ. ഭയങ്കര ലാസ്റ്റ് ഭയങ്കര ചൂടും നമുക്കൊന്നും പറ്റുന്നില്ല. അങ്ങനെ ചെറിയ വിശേഷമായിട്ടാണ്. പിന്നെ ഞാൻ ഇന്ന് ഉണ്ടാക്കിയത് മാക്രോണി റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇത് മുട്ടയ്ക്കുള്ള മസാലകളാക്കിയിട്ട് ഉണ്ടാക്കിയതാണ്. മാക്രോണി നല്ല അടിപൊളിയ മാക്രോണി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ മുട്ടയും ഇട്ടിട്ടുള്ള മാക്രോണി ആക്കിയിട്ടുള്ളത്. പിന്നെ ഞാൻ ഇന്ന് കാസർഗോഡിന് പത്തിരിയാണ്, അപ്പോൾ അരച്ച് ഇട്ട പത്തിരിയാണ് ഞാൻ ഉണ്ടാക്കിയത്. അല്ലെങ്കിൽ പൊടിയിൽ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഞാൻ ഇന്നൊരു പ്രത്യേകിച്ചിട്ട് ഉണ്ടാക്കുന്നത് ഞാൻ അരച്ചിട്ടാണ് ഞാൻ ഇന്ന് പത്തിരി ഉണ്ടാക്കിയത്. നല്ല പത്തിരി ഉണ്ടായിട്ടുണ്ട്. പിന്നെ അങ്ങനെ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ടുള്ള മുട്ടൻ്റെ കബാബ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നോമ്പ് തുറക്കാനുള്ള ടൈമായി. പിന്നെ കറി അങ്ങനെ സാധാരണ കറി തോര പരിപ്പും അതുപോലെ തന്നെ പൊട്ടാട്ടയും കറിയാണ് ഞാൻ ഉണ്ടാക്കിയത്. പിന്നെ ഞാൻ നോമ്പ് തുറക്കാൻ വേണ്ടി ഇരുന്നതാണ്. ഇത്ര ഐറ്റംസാണ് ഞാൻ നിന്ന് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ഉണ്ടായത്. അപ്പം നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കാണുകയാണെങ്കിൽ, വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പരമാവധി ഇങ്ങനെ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇത് പൊട്ടാട്ട കറി ഉണ്ടാക്കിയതാണ്. പൊട്ടാട്ട നല്ല അടിപൊളി ടേസ്റ്റിയായ പൊട്ടാട്ട കറിയാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത്. പൊട്ടാട്ട ചെറുതായി മുറിച്ച് അതുപോലെ അതിലേക്ക് തക്കാളി, നീരുള്ളി, വെളുത്തുള്ളി എല്ലാം ഇട്ട് കടുക് വറുത്ത് അതിലേക്ക് എല്ലാം മിക്സ് ചെയ്ത്, പിന്നെ ആവശ്യത്തിന് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി എല്ലാം ഇട്ട് മിക്സ് ചെയ്ത് നല്ല വെന്ത് കിട്ടിയതിന് ശേഷം അതിനെ ഉടച്ചെടുത്ത് ആദ്യം നമ്മൾ കുറച്ച് മസാല പിടിപ്പിച്ചതിന് ശേഷമാണ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. വെള്ളം ഒഴിച്ച് കൊടുത്ത് നല്ല വെന്ത് കിട്ടാൻ വേണ്ടി കുറച്ച് സമയം ഞാൻ മൂടി വെക്കുക. നല്ല വെന്ത് കിട്ടിയതിന് ശേഷം അതിനെ നല്ല നമ്മൾ കയ്യിൽ കൊണ്ട് നല്ല ഉടച്ചെടുക്കുക. ഇത് പിന്നെ തോര പരിപ്പ് കറിയാണ് ഞാൻ ഉണ്ടാക്കി റെഡിയുള്ളത്. അടിപൊളി ടേസ്റ്റിയായ കറിയായിരുന്നു. അങ്ങനെ പ്രത്യേകിച്ച് ഇന്നത്തെ വിശേഷങ്ങളൊന്നുമില്ല. ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ വിശേഷമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഇൻഷാ അല്ലാഹ്. അപ്പം നമുക്കെല്ലാം നോമ്പൊക്കെ കഴിയാറായി. എല്ലാവർക്കും സങ്കടത്തോടെ ആയിരിക്കും അല്ലേ, നോമ്പൊന്ന് തീരാറാകുമ്പോൾ എല്ലാവരും സങ്കടത്തോടെ ഉണ്ടാവും. പിന്നെ ഇപ്പോൾ നമുക്കെല്ലാം റെഡിയായി. അങ്ങനെ എല്ലാം കഴിഞ്ഞ് പിന്നെ ഇന്ന് നമുക്ക് കുറച്ച് രാത്രി ഉറങ്ങാതെ നമുക്ക് നിൽക്കണം, നിസ്കാരം അല്ലാഹുവിനോട് നല്ലോണം പ്രാർത്ഥിക്കണം. പിന്നെ എല്ലാം കഴിഞ്ഞ് പിന്നെ ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഇത്രയും വിശേഷമായിട്ടാണ് ഞാൻ പിന്നെ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, താങ്ക് യു. ഇൻഷാ അല്ലാഹ് പിന്നെ കാണാം. ഓക്കെ, ബൈ.